പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി അല്പം സമയം കൊടുക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ? അവരോടൊന്ന് കൂടിയിരുന്ന് അവരുടെ വാക്കുകൾ കേട്ട് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരല്പസമയം അവരുടെ കൂടെ ഇരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നിർലോഭം പിശുക്കില്ലാതെ അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം, നാം നേടുന്ന സമ്പത്തിൽ മുഴുവനും അവരുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്, അവർ കൊണ്ട വെയിലിന്റെ ചൂടുണ്ട്, അവർ ഒഴുക്കിയ കണ്ണുനീരിന്റെ ഉപ്പുരസമുണ്ട്. നാം അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് കഷ്ടപ്പാടുകളുടെ കഥകൾ അവർക്ക് പറയാനുണ്ട്. എന്നിട്ടും നമ്മൾ ജോലി നേടി, നമ്മൾ പഠിച്ചു വലിയ ആളുകളായി ശമ്പളം വാങ്ങുമ്പോ ഉപ്പക്ക് കൊടുക്കുന്നതിന് കണക്ക് പറയുന്നുവോ? ഉമ്മക്ക് കൊടുക്കുന്നതിന് കണക്ക് പറയുന്നുവോ? അവരാരെങ്കിലും നമ്മെ ചെറുപ്പത്തിൽ വളർത്തി ഉണ്ടാക്കിയപ്പോ നമുക്ക് വേണ്ടി നിർലോഭം ചെലവഴിച്ചപ്പോ വല്ല കണക്കും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കുഞ്ഞും നാള് തൊട്ട്, ജനിച്ചു വീണ നാള് തൊട്ട് നെയ്തെടുക്കാൻ തുടങ്ങിയ സ്വപ്നങ്ങളാണ്. അവരൊരു കണക്കും എഴുതി വെച്ചിട്ടില്ല. നമുക്ക് വേണ്ടി ചെലവഴിച്ച ലക്ഷോപലക്ഷം രൂപയുടെ കണക്കുകൾ അവർ എഴുതി വെച്ചിട്ടില്ല. എന്നിട്ടും മക്കളെ, നമ്മൾ അവർക്ക് വേണ്ടി തിരിച്ചു കൊടുക്കുന്നത് എന്താണ്? പലപ്പോഴും പണത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണക്ക് പറയുകയാണോ? ചിന്തിക്ക്. മുസ്തഫായുടെ ഒരു വാക്ക് ഗൗരവത്തോടെ ആലോചിക്ക്. അൻതവമാലുകലി അബീക, നീയും നിന്റെ സ്വത്തുമൊക്കെ നിന്റെ ബാപ്പക്കുള്ളതാണ്, നീയും നിന്റെ സ്വത്തുമൊക്കെ നിന്റെ ബാപ്പക്കുള്ളതാണെന്നാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.